ഡോക്ടർ അലി അരിമ്പ്രാസ് ക്ലിനിക് മെലാറ്റോ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താണ് ഡെന്റൽ ഫോട്ടോഗ്രാഫിയുടെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഡെന്റൽ ഫോട്ടോഗ്രാഫി, നമ്മൾ പല്ലിന് ക്ലിപ്പിടണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പല്ലിന് ബ്രിഡ്ജ് വെക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു പല വർക്കുകൾ ചെയ്തു. എന്താണ് ഡെന്റൽ ഫോട്ടോഗ്രാഫി? നമ്മൾ ഒരു കാര്യം, ഒരാളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ആളുകൾ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത്ര അധികം ഡെന്റൽ ഫോട്ടോഗ്രാഫി, ഈ ഫോട്ടോയിൽ ശ്രദ്ധിച്ചോളൂ. ഈ ഒരു വ്യക്തിയാണ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം അടുത്ത വ്യക്തിയായി മാറുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫി നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അറിയില്ല. നമുക്ക് പല്ലിൽ വന്ന മാറ്റം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ക്ലിനിക്കൽ അപ്ഡേഷൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പല്ലിന് ഓർത്തോ ക്ലിപ്പോ അപ്ലയൻസോ മറ്റോ ചെയ്യുമ്പോൾ ഡെന്റൽ ഫോട്ടോഗ്രാഫി വളരെ നിർബന്ധമാണ്. ഇത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കേസിന്റെ ഇത് മുമ്പത്തെ കേസാണ്, ഇതിപ്പോ ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ആൾക്ക് ഇതുപോലത്തെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാം ഈ ആദ്യത്തെ ആളാണോ എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാവുന്നത് ഡെന്റൽ ട്രീറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് എ ഫുൾ ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു ഫോട്ടോ ഇത് മാത്രമല്ല, ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് ഇതിൽ നടക്കുന്നത്. ഈ ആളുടെ വ്യത്യാസം, ഈ ആളുടെ ഫേസിൽ വന്ന വ്യത്യാസം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും, ഞങ്ങളെ ക്ലിനിക്കിൽ നിങ്ങൾ എല്ലാ ആളുകൾക്കും ഫോട്ടോഗ്രാഫി ഇസ് എ കമ്പൽസറി. നമുക്കൊരു സ്റ്റുഡിയോ, ഒരു ഫോട്ടോഗ്രാഫി വിത്ത് അവർ എക്സ്പെൻസ്, ഞങ്ങളുടെ ചെലവിൽ ഒരു ഫോട്ടോഗ്രാഫി നിർബന്ധമായിട്ട് ഞങ്ങൾ എടുത്ത് നിങ്ങളെ കയ്യിൽ തരും. എല്ലാ ഡോക്ടേഴ്സും അത് ഫോളോ അപ്പ് ചെയ്യണം. ഡെന്റൽ ഫോട്ടോഗ്രാഫി കൊണ്ട് മാത്രമേ നമുക്കൊരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ലെവൽ നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇത് ഓരോ ഏജിൽ വരുന്ന വ്യത്യാസം. ഈ ആദ്യത്തെ ഫോട്ടോഗ്രാഫി ഈ വ്യക്തി അപ്ലയൻസ് ചെയ്തു, ഈ വ്യക്തിയുടെ, ഈ അപ്ലയൻസിൽ ചെയ്ത ഈ വ്യക്തിയുടെ ഫേസിൽ വന്ന മാറ്റം ഇറ്റ് ഈസ് കംപ്ലീറ്റ് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ്. ആ വ്യക്തിയാണ് നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല. ഇപ്പൊ ഓൾറെഡി ഈ വ്യക്തി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഇതേ വ്യക്തിയാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഈ വ്യക്തി. ഇത് നമുക്ക് ഈ വ്യക്തിയെയാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. ഈ വ്യക്തിയാണ് ഓൾറെഡി ആ വ്യക്തിയായി മാറുന്നത്. അപ്പോ നമ്മൾ ഡെന്റൽ ഫോട്ടോഗ്രാഫിയുടെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇതിനകത്ത് ഇന്റീരിയർ ആയിട്ട് ഓൾറെഡി ഐ ടോൾഡ് യു, ഓർത്തഡോണ്ടിക്സ് ഈസ് നോട്ട് ലൈക്ക് എ പേഴ്സൺ ടു പേഴ്സൺ. ഇത് ഫുള്ളി ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. ഹൗ ക്യാൻ ഇറ്റ് ജഡ്ജ് ദ ട്രീറ്റ്മെന്റ് റിസൾട്ട്? അതുകൊണ്ട് അത്രയും ഭംഗിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ അപ്ലയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ പല ട്രീറ്റ്മെന്റ് മെത്തേഡുകളും നിങ്ങളെ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് ഉപയോഗപ്പെടുത്തുക. താങ്ക് യു. ഐ എം ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് മെലാറ്റോ.